ഗൈസ്, അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇത് ആൽഫ റോമിയാണ്. ഈ വണ്ടി കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടി പോവാന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ ഓടി ഒന്ന് വീഡിയോ ചെയ്തതാണ്. ആൽഫ റോമിയോ 2021 ആണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പറയാ ഫ്രണ്ടിലേക്ക് നോക്കും. ആൽഫ റോമിയോ എന്ന് വെച്ച് പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ കമ്പനി, റേസ് ട്രാക്കിലൊക്കെ നല്ല പെർഫോമൻസിലൊരു എൻജിൻ കപ്പാസിറ്റിയിലൊരു വണ്ടിയാണ് നമ്മുടെ ആൽഫ റോമിയോ. ആൽഫ റോമിയോയിൽ പിന്നെ മെയിനായിട്ട് പറയുക ഇറ്റാലിയൻ ബ്രാൻഡാണ്. നാട്ടിലൊന്നും അത്രയ്ക്ക് പോപ്പുലർ അല്ല, പക്ഷെ നമ്മുടെ ദുബായിലും അധികം UAE-ലൊന്നും അധികം പോപ്പുലർ അല്ല. പക്ഷേ ഈ വണ്ടി ഇറ്റാലിയൻ, അതേപോലെ ഇങ്ങനെ അമേരിക്കൻ, ജർമ്മനിലൊക്കെ ഇത്രയും പോപ്പുലറായ വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് അത് തന്നെ പറയാം, 140 to 150 അടിയിലാണ് വരുന്നത്. ഇപ്പോൾ 2023 മോഡൽ വരുന്നുണ്ട്, അത് നല്ല എക്സ്പെൻസീവ് ആണ്. 260 250 വരുന്നത്. അതിലധികം ചേഞ്ച് ഇല്ല. എൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഇത് ആൽഫ സ്റ്റെൽവിയുടെ Q4 ആണ് 2021. അതേപോലെ ജൂലിയ, അതേപോലെ സ്റ്റെൽവിയുടെ 2023 ഇൻറ്റീരിയറൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ വണ്ടി നല്ല പവറും അതിൻ്റെ എൻജിനും അതിൻ്റെ ആ യൂസിങ് ഫീലും ഒക്കെ ആൽഫയുടെ നല്ല അടിപൊളി, നമ്മുടെ മെർസിഡീസിൻ്റെ ഒക്കെ മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ നേരെ പറയാം. ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആൽഫ റോമിയോയുടെ ലോഗോ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഒരു V ഷേപ്പ് ഗ്രിൽ, ചെറിയ ഗ്രില്ലാണ്. അതിൻ്റെ ചെറിയ ഗ്രിൽ, പിന്നെ ഡൈനാമിക്സിന് വേണ്ടി സാധനങ്ങളൊക്കെ വെച്ച് കാണത്തില്ലേ? ഇതൊക്കെ നല്ല ലുക്കുണ്ട്. ഈ ഫ്രണ്ടിനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്കിവിടെ എൻ്റെ ഗ്രില്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു V ഷേപ്പ് ഗ്രില്ലുണ്ട്. പിന്നെ ആൽഫ റോമിയോയുടെ നമ്മുടെ ലോഗോ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് കാണാം. ഇതിൻ്റെ ലൈറ്റ്സൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു ഷാർപ്പി ഐസ് പോലെ നമുക്ക് തോന്നും. അതേപോലെ ലൈറ്റ്സ് കണ്ടില്ലേ, ഹൈ ബീമും കാര്യങ്ങളും, അതേപോലെ തന്നെ ഡേ ലൈറ്റ് റണ്ണിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കണ്ടില്ല, അടിപൊളിയാണ് ലുക്ക്. ഇത് ബ്ലാക്കിൽ വരും, റെഡിൽ വരും, അതേപോലെ തന്നെ ബ്ലൂവിൽ വരും, വൈറ്റിൽ വരും. നമ്മുടെ ഇത് ബ്ലാക്കാണ്. ഈ ബ്ലാക്കെന്ന് വെച്ച് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, പക്ഷേ ഈ വണ്ടി രാത്രിയൊക്കെ ബ്ലാക്കിൽ നല്ല അടിപൊളി ലുക്കാണ്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹോഴ്സ് പവർ അറിയാം. ഇത് V4 എഞ്ചിനാണ് നമ്മുടെ ഇത്. V4 എഞ്ചിൻ 2 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിൽ മാക്സിമം ഹോഴ്സ് പവർ 250 to 300 അടിയിൽ വരും നമ്മുടെ ഇതിൻ്റെ ഹോഴ്സ് പവർ. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടാ നമുക്ക് ആൽഫ റോമിയോയുടെ ഇവിടെ എഴുതിയതൊക്കെ കാണാം. ഈ ലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടിയിട്ട് ബാക്കിത്തെ ഫ്രണ്ടിത്തെ ലുക്ക് അടിപൊളിയാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ റെഡ് പെയിൻറ്റിങ്ങിലും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സ് ഒക്കെ ഉണ്ടല്ലേ, 19 ഇഞ്ച് വീൽസ് കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ ഉള്ളൊക്കെ അടിപൊളിയാണ്. നമുക്ക് റെഡ് കളർ ഇൻറ്റീരിയർ കിട്ടാൻ, സ്പോർട്സിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി റെഡ് ഇൻറ്റീരിയറൊക്കെയാണ്. കണ്ടാ, നമുക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട വണ്ടി 2 ലിറ്റർ വണ്ടിയാണ്. അതുപോലെ ഫ്യൂവൽ എക്കണോമിയിലൊക്കെ വണ്ടി നല്ല സ്ട്രോങ് ആണ്. ഫ്യൂവൽ എക്കണോമിക്ക് 22 മൈൽസൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് 11, 13, 12 ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ അധികം പറഞ്ഞെങ്കിൽ ലേറ്റ് ആക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരെ ഇതിൻ്റെ വണ്ടിയുടെ മെയിൻ പാർട്സ് കയറി. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം ആൽഫ റോമിയോയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലോഗോയിൽ നമുക്ക് ആൽഫ റോമിയോക്ക് ഈ ലോഗോ അടിപൊളി ലോഗോയാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെൽവിയോ എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെൽവിയോ Q4 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ലൈറ്റ്സൊക്കെ നമ്മൾ ഇത്തിരി ബാക്കിലേക്ക് വന്നാൽ നമുക്ക് നല്ല ലുക്കാണ്. നമ്മുടെ ഇതിപ്പോൾ ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ BMW X3 ആയിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ മെർസിഡസിയുടെ ഏതോ GLC ഏതോ ഉണ്ട്. പവർ വൈസും അതേപോലെ പ്രൈസ് വൈസ് ഈ സാധനം സ്റ്റെൽവിയോയുടെ 2021 മോഡൽ നമ്മൾ മേടിച്ചപ്പോൾ ഇതാകെ എത്രയാണ് 142 ഉള്ളത്. പക്ഷേ ഇപ്പം എൻ്റെ പ്രൈസും ഡിമാൻഡും ഇൻക്രീസ് ആയി. അപ്പോൾ നമ്മൾ അധികം കാണില്ല ഈ വണ്ടി ബ്രാൻഡ് വൈസ് ഇതൊരു റേസിംഗ് കമ്പനിയാണ് എല്ലാവർക്കും. ആൽഫ റോമിയോ റേസിൽ ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ ക്രൈസ്ലറും ഫിയറ്റൊക്കെയാണ്. പിന്നെ എൻജിൻ ടൈപ്സ് ഒരു ഫെറാറിയുടെ എൻജിൻ തന്നെയാണ് നമ്മുടെ ആൽഫ റോമിയോക്ക്. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നമ്മുടെ സെൻസേഴ്സും കാര്യങ്ങളും. അതേപോലെ നമ്മുടെ ക്യാമറ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എക്സോസ്റ്റ് കാണാം. രണ്ടും ഫേക്കും കാര്യങ്ങളൊന്നല്ല, നമ്മുടെ ശരിക്കുള്ള എക്സോസ്റ്റാണ് ചെയ്യുന്നത്. ഞാനത് അല്ല, ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നല്ല പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. 0 to 100 അറൗണ്ട് 8 to 7 അടിയിൽ വരും. എക്സോസ്റ്റ് രണ്ടും അടിപൊളി എക്സോസ്റ്റ്. ഈ എക്സോസ്റ്റിന് നല്ല വലിയ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ലുക്കുള്ളതും അതേപോലെ ശരിക്കുള്ള ഒറിജിനൽ എക്സോസ്റ്റ് തന്നെയാണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്, ഒരു അപ്ഗ്രേഡ് കാര്യങ്ങളും ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റെൽവിയോയുടെ പുതിയ മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ അറൗണ്ട് 500 ഹോഴ്സ് പവർ ആണ്. ഈ V4 മോഡൽ നമുക്ക് എവിടെയും കിട്ടാൻ കുറവാണ്.
അതൊക്കെ നമുക്ക് ഈ വണ്ടിനെ വെച്ച് പറയാൻ പറ്റുക, സ്റ്റെൽവിയോനെ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈന് വണ്ടി ശരിക്കും ഇതൊരു ലേഡീസിന് നല്ല വണ്ടിയാണ്. ഒരു ലേഡി ഡ്രൈവിങ് ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ വണ്ടി നല്ല സ്മൂത്താണ്, കംഫർട്ടബിളാണ്, റിലയബിളാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ വണ്ടി നമുക്ക് ഏത് ടേണിങ്ങിലും എത്ര സ്പീഡിൽ പോയാലും ഒരു നല്ല നമ്മുടെ ഗോൾഫ് പോലെ തന്നെ ഇത്രയ്ക്ക് വലിയ വണ്ടി ഒരു ഡ്രിഫ്റ്റും സ്കിഡും ഒന്നും ആവാണ്ട് നല്ല കൺട്രോളിൽ നിൽക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുക ഒരു വലിയൊരു അടിപൊളി സ്റ്റിയറിംഗ്. നമ്മുടെ മെർസിഡീസിൻ്റെ ഒക്കെ സ്റ്റിയറിംഗ് നല്ല അടിപൊളി സ്റ്റിയറിംഗാണ് നമ്മുടെ ആൽഫയുടെ സ്റ്റിയറിംഗ്. നല്ല സ്മൂത്തും നല്ല വണ്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് നല്ല ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ആസ് പെർ ലോ. പിന്നെ എന്തായാലും 18 ഡിസംബർ ഒക്കെ ആവട്ടെ, December 5 ഒക്കെ ആകുമ്പോൾ 18 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് വണ്ടികളൊക്കെ ഓടിച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വൈസിലേക്ക് പോവാം. കണ്ടില്ലേ, ഇങ്ങനെ ഫാർ ലുക്ക് കാണുമ്പോൾ ഈ വണ്ടി നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബാക്ക് ഡിസൈൻ കണ്ടില്ല, നല്ലൊരു ഓവൽ ടൈപ്പ് ഡിസൈനും. ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ നൈറ്റ് മോട്ടൈസേഴ്സും ബി റോൾസൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നൈറ്റിലും വണ്ടി നല്ല ലുക്കൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളി വണ്ടിയല്ല. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ആൽഫ റോമിയോയുടെ കണ്ടില്ലേ, നമ്മുടെ കീ ഉണ്ട്. ആൽഫ റോമിയോയുടെ റണ്ണിങ് കൊടുത്തിട്ട് ആൽഫ റോമിയോ നല്ല അടിപൊളി കീ തന്നെയാണ്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കീ തന്നെയാണ്. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയർ ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഫീലാണ്. എൻ്റെ കീലെസ് എൻട്രി കിട്ടുന്നുണ്ട് നമുക്ക് വണ്ടിക്ക്. നല്ല സ്ട്രോങ് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം ഇൻറ്റീരിയറിങ് ഒക്കെ കണ്ടില്ല, നല്ല റെഡ് ഇൻറ്റീരിയറിങ്. നമുക്ക് ഇവിടെ ആൽഫയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടാ നല്ല ഒരു ഇൻറ്റീരിയറിങ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് സ്റ്റോപ്പ് എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എവിടെയാണ് കണ്ടില്ലേ, നമ്മുടെ ഫെറാറിയൊക്കെ പോലെ തന്നെ സൈഡിൽ തന്നെയാണ്. നമുക്കിവിടെ കണ്ട ക്രൂയിസ് കൺട്രോള്, അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വോയിസ് കോൾ ചെയ്യാൻ, വോളിയം, നെക്സ്റ്റ് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 260 ആണ് എൻ്റെ മാക്സിമം സ്പീഡ്. 7 ഗിയർ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് നമ്മുടെ ഗിയർ കണ്ടില്ലേ, നല്ല അടിപൊളി ഗിയറാണ്. നമുക്ക് നമ്മുടെ BMW ഒക്കെ പോലത്തെ ഒരു ഗിയർ ഷിഫ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ DNA ഉണ്ട്, ഡൈനാമിക് ന്യൂട്രൽ. ഓക്കെ, ഇതൊക്കെ അപ്പോൾ നമുക്ക് പറയാനുള്ളത്. മെയിൻ സ്റ്റീരിംഗ് നിങ്ങൾ ഓടിക്കാനായിട്ട് വണ്ടി മേടിക്കാൻ വെച്ചാൽ 140 to 145 മേടിച്ചേ. ഇപ്പോൾ പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ 500 ഹോഴ്സ് പവറിൻ്റെയൊക്കെ വണ്ടി കിട്ടണേ, V6 ഒക്കെ. ഇത് V4 300 അടിയിൽ ഹോഴ്സ് പവർ, നല്ല അടിപൊളി ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ബാക്കിൽ നിന്ന് റെവ് കാണിച്ചത്. ഉള്ളിൽ ഇത്രയും സൗണ്ട് ഉണ്ട്, നമുക്ക് നോക്കാം. എക്സോസ്റ്റ് അധികം സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, V4 എഞ്ചിനാണ്. പക്ഷേ നമുക്ക് നോക്കാം, നമുക്ക് ഡ്രൈവും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ എന്താണ് വേറെ ബാക്കിലത്തെ സീറ്റ്സ് കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട് ഉണ്ടല്ലേ, ഈ വണ്ടി നിങ്ങൾ ഓടിക്കാനായിട്ട് മേടിക്കാൻ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. ഈ വണ്ടി നല്ല ഓടിക്കാനായിട്ട് നല്ല ഫീലും അതുപോലെ നല്ല ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ വണ്ടി നമ്മൾ എവിടെയും പോയിട്ട് കൊടുക്കാൻ ഇടിക്കില്ല, നമ്മൾ വണ്ടി കയ്യിലില്ല പോലെ ഒരു ഫീലാണ്. എൻ്റെ സ്റ്റിയറിംഗ് തന്നെ കണ്ടില്ലേ, എത്ര നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗാണ്. ഓക്കെ, നമുക്ക് നേരെ ബാക്ക് സീറ്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇന്ത്യയുടെ ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഓക്കെ ഫുൾ ബാക്കിൽ ആക്കണം. ഈ സാധനം ഫുൾ ബാക്കിലാക്കി നമുക്ക് ഇട്ടേക്ക് സ്പേസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഫുൾ ബാക്കിൽ ഇരുന്നപ്പോൾ ചെയ്തു. പിന്നെ നമുക്ക് ഹെഡ് റൂമും നല്ലതാണ്. നമുക്ക് രണ്ട് ലൈറ്റ് ഉണ്ട്, സിമ്പിളാണ് ഡിസൈനും കാര്യങ്ങളും. ഇന്ത്യയിലൊക്കെ ഒക്കെ സിമ്പിളാണ്. ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല സിമ്പിൾ ഡിസൈനാണ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഡ്രൈവാണ് മെയിൻ. ഡ്രൈവിങ് ഈസ് സോ ഗുഡ്. ആൽഫ റോമിയോയുടെ നല്ല അടിപൊളി ഡ്രൈവിംഗ് ആണ്. ഇവിടെ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, ഈ സൈഡിൽ സ്പീക്കേഴ്സും ഡോർ ഹാൻഡിലും നല്ല സിമ്പിൾ കണ്ടില്ലേ. ഇത്തേക്കുള്ള മെയിൻ കാര്യം ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത്തേക്ക് സ്പേസ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ സാധനം കണ്ടില്ലേ, ഈ ഹമ്പ്, അതാണ് എല്ലാ ഇങ്ങനത്തെ മിഡ് സൈസ് SUVകളുടെ പ്രശ്നം. ഓക്കെ, ഇത്തേക്കുള്ള നമ്മുടെ ബാക്ക് സീറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിനെ പറ്റി പറയാം. ഒരു റെവും കാര്യങ്ങളും നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 0 to 100 ഒന്ന് നോക്കാം. 0 to 100 അല്ല, നമുക്കൊന്ന് സ്പീഡിൽ പോയിട്ടൊന്ന് നോക്കാം. 0 to 100 ഇവിടെ പറ്റുമോയെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നേരെ അതിന് മുമ്പ് നമുക്ക് ഡിക്കി നോക്കാം. ഓക്കെ, ഡിക്കിക്ക് വരുമ്പോൾ എൻ്റെ ഓക്കെ കീല് നമുക്ക് ഇങ്ങനെ 2 വർഷം അമർത്തി കഴിഞ്ഞാൽ എൻ്റെ തുറന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി മെസ്ഡപ്പാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു സൈസ് കണ്ട എത്ര സാധനങ്ങളുണ്ട് ഫിറ്റ് ചെയ്തിരിക്കണം. കുറേ സാധനങ്ങളുണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഫോൾഡ് ചെയ്യാം സീറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈസ്.
വണ്ടി ഫുള്ള് ഉണ്ട്, ബാക്കിലായിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പോകുമ്പോൾ വണ്ടി നല്ല അടിപൊളി ലുക്ക് ഉണ്ട്. അതേപോലെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ എക്സോസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടീനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ വന്ന് നമ്മുടെ ബാക്ക് സ്പേസ് കാണിച്ചു തന്നു, നമ്മുടെ റിയർ ഇരിക്കുന്ന ബാക്ക് സീറ്റ് കാണിച്ചു തന്നു, ഫ്രണ്ടിലെ ഡ്രൈവ് ഓടിക്കാൻ പറ്റി ഞാൻ പറഞ്ഞു, ഫ്രണ്ട് കാണിച്ചു തന്നു. 200-300 അടിയിൽ ഹോഴ്സ് പവറില്ല V4 എൻജിൻ ആൽഫ റോമിയോ ഇറ്റാലിയൻ വണ്ടി Q4 സ്റ്റെൽത്ത് വ്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ല എൻ്റെ എക്സോസ്റ്റ് ഒക്കെ നമ്മുടെ ഇത്രയും അടിപൊളി എക്സോസ്റ്റ് സ്റ്റോക്കിൽ തന്നെ ഇത്രയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് നിർത്തി. സിമ്പിൾ വണ്ടിയാണ് ഈ വണ്ടി എന്ന് വെച്ച് ഞാൻ സിമ്പിളായിട്ട് വെറും 2 വേർഡിൽ പറയാച്ചാൽ ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണത്. ജസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള, ഓൺലി ഫോർ ഡ്രൈവ്, ഇന്ത്യയിലെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം. 1000 സബ്സ് എത്തി. അന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ബൈ.